വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 30 തീയതിയാണ്, ജൂലൈ മാസം 2025 ബുധനാഴ്ച. നാളെ നിഫ്റ്റിയുടെ മന്ത്ലി കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്, വ്യാഴാഴ്ച. അതും മാസം അവസാനത്തെ ദിവസം 31 തീയതി. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത്. കാരണം 15-20 പേരെ കാണാറുള്ളൂ എങ്കിലും ഒരാൾ കണ്ടാൽ തന്നെ എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ് വന്നത്, അല്ല യൂസ് ഇല്ല വെറുതെ സമയം പോകാനായിട്ട് ഇടുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. ഇത് ഇന്നലത്തെ ലെവലാണ്. നമ്മൾ ലെവൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിരിക്കുകയാണ് ഇന്നലത്തെ ലെവലിൻ്റെ. എക്സാക്ട്ലി 24,650 അവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് എടുക്കണം, അതാണ്. അപ്പോൾ ഇത് നമ്മൾ അനാലിസിസ് ചെയ്ത് ഇടുന്ന ലെവൽസാണ്. ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നോ ഇൻഡിക്കേറ്റർ. ഒരു ഇൻഡിക്കേറ്റർ, ബോളിഞ്ചർ ബാൻഡോ RSIയോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഒരു ന്യൂസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഓൺലി ഓപ്ഷൻ ചെയിനിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ ലെവൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഇത്രയ്ക്കും അക്യുറസി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾ. സോ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ഇത്രയ്ക്കും അക്യൂറസി ആയിട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷം 2 വർഷമായിട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന ദിവസം ഇടുന്നുണ്ട്, ഇല്ലാത്ത ദിവസം ടെലഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യുണീക്കായിട്ടൊരു സ്ട്രാറ്റജി നമ്മളിവിടെ പറയുന്നുമുണ്ട്, അതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതും നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 750 പൊട്ടിക്കുമ്പം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നേരെ പോയി 845 നിൽക്കേണ്ട കാര്യം? ഇടയിൽ എവിടെ നിന്നില്ല, സ്ട്രൈറ്റായിട്ടൊരു 3-4 ക്യാൻഡിൽ മുകളിലോട്ട് തന്നെയാണ് പോയത്. സോ ഇത് ഇന്നലത്തെ കാര്യമാണ്. നമുക്ക് ഇന്ന് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഇത് ഇന്നത്തെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. സോ ഇതാണ് ലെവൽസ്. ഈ നാളെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നുണ്ട്. ഇവർക്ക് പ്രീമിയം മെൽറ്റ് ചെയ്യണം. NSE തന്നെ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, NSE തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിനാണ് സ്ട്രാറ്റജീസ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിന് സ്ട്രാറ്റജീസ് ഒന്നും അവർ പറയുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു കോൺട്രാക്റ്റ് തീരുമ്പോൾ നിങ്ങൾ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോണം, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിറ്റോണം, കോൺട്രാക്റ്റ് തീരുന്ന ദിവസം. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് ദ മണിയിലുള്ള, അതായത് നാളെ അവസാനിക്കുമ്പം ഏതാണോ അറ്റ് ദ മണി സ്ട്രൈക്ക് ഉള്ളത് അത് 0 ആകണം. അതാണ് കോൺസെപ്റ്റ്. വളരെ സിമ്പിളാണ്, അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടൊക്കെ അനലൈസ് ചെയ്യണം. അപ്പോൾ നാളെ തീരുമ്പം ഏത് വരും, എവിടെ വരും, ഏതായിരിക്കും അറ്റ് ദ മണി, ഇതൊക്കെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അനാലിസിസ് ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 70 രൂപയാണ്, 70 റുപ്പീസ്. നോക്കിക്കോളൂ, ഇതാണ് ലെവൽസ്. സോ ഈ ലെവൽസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജിയും നിങ്ങളുടേതായ അനാലിസിസും ഒക്കെ സെറ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.